പ്രൈസ് ലോർഡ്. നമ്മളെ ഷിക്കാഗോ പ്രെയർ ലൈനിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഈ വൈകിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചേർന്ന് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഒരു പ്രാർത്ഥന നമ്മളൊരു പ്രത്യേക പ്രാർത്ഥനയായിട്ട് നടത്തുന്നു. നമ്മുടെ പ്രിയങ്കരനായിരുന്ന പാസ്റ്റർ MB ജോർജ് നിത്യതയിൽ പ്രവേശിച്ചു. കർത്താവിൻ്റെ ദാസന്റെ സ്മരണാർത്ഥം ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് ഒരു താങ്ക്സ് ഗിവിങ് മീറ്റിംഗ് ആയിട്ട് ഈ മീറ്റിംഗ് നടത്തുന്നതിന് കർത്താവിൽ ശരണപ്പെടുന്നു. കർത്താവിൻ്റെ ദാസൻ ഈ പ്രാർത്ഥനാ ലൈൻ ആരംഭിച്ച അന്ന് മുതൽ തന്നെ ഈ പ്രാർത്ഥനാ ലൈനുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ആക്ച്വലി ഞാൻ നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഈ പ്രാർത്ഥന ലൈൻ ഒരു പ്രാർത്ഥനാ ലൈനായി തുടങ്ങിയതല്ല, ഒരു സാധാരണ വീട്ടു പ്രാർത്ഥനയായിട്ട് ഞാൻ പാസ്റ്റർ MB ജോർജ് വേറെ 1-2 സ്നേഹിതരെ ചേർന്ന് 2019 ഒരു സമയത്ത് തുടങ്ങിയതാണ്. ഞങ്ങൾ ചൊവ്വാഴ്ച തോറും ഓരോരുത്തരുടെയും വീട്ടിൽ ഒരു മീറ്റിംഗ് ആയിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. പിന്നീട് കോവിഡ് വന്ന സമയത്ത് അത് ഫോൺ ലൈനായി, കോൺഫറൻസ് കോൾ ലൈനായിട്ട് നടത്തി. പിന്നീട് ഇതൊരു സൂം പ്രെയർ ലൈനായിട്ട് മാറുകയായിരുന്നു. അതിനുശേഷം 2021 മാർച്ചിൽ ആണ് ഇത് 7 ദിവസവും ഈ മീറ്റിംഗ് ആക്കിയത്. എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പാസ്റ്റർ MB ജോർജിനോട് ഞാൻ ഒരു അഭിപ്രായമായിട്ട് ചോദിച്ചു, പാസ്റ്റർ ഇത് 7 ദിവസവും നടത്തണമെന്ന് ഒരു ആശയം വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം, നമുക്കതിനെ പറ്റുമോ? ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും. 7 ദിവസവും നടത്തിയാൽ ആളുകൾ വരുമോ, എന്താണ്, എങ്ങനെയാണ് എന്ന് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംരംഭം നമ്മൾ അതിനു മുമ്പ് ചെയ്തിട്ടില്ല. അത് തന്നെയല്ല, നമ്മളൊരു ചർച്ചോ അതിനു വേണ്ടിയുള്ള സെറ്റ് അപ്പാർട്ടായിട്ടുള്ള മെമ്പേഴ്സോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമാണല്ലോ. അതുകൊണ്ട് അന്ന് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ അസംബ്ലി എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ മീറ്റിംഗ് 7 ദിവസവും അന്ന് മുതൽ ഇന്ന് വരെയും നടക്കുന്നു. കർത്താവിൻ്റെ ദാസൻ എത്ര ശക്തമായി അതിലുണ്ടായിരുന്നു, വളരെ സജീവമായിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സജീവമായ ഒരു സാന്നിധ്യമായി കർത്താവിൻ്റെ ദാസൻ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ഒരു മീറ്റിംഗ് കർത്താവിൻ്റെ ദാസനിലൂടെ കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനും ഒക്കെ ആയിട്ട് നമ്മൾ സമർപ്പിക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ പാസ്റ്റർ സാജൻ വർഗീസ്, ഇന്ന് പാസ്റ്റർ സാജൻ വർഗീസ് പ്രസംഗിക്കേണ്ട ദിവസമാണല്ലോ, അദ്ദേഹം ചുരുക്കമായിട്ട് ഒരു 10 മിനിറ്റ് ഒരു അനുസ്മരണവും അതുപോലെ തന്നെ വേദപുസ്തകാടിസ്ഥാനത്തിൽ ആയിട്ട് സംസാരിക്കും. അതിനായിട്ട് ഞാൻ പാസ്റ്റർ സാജൻ വർഗീസിനെ ക്ഷണിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രയർ ലൈനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധനദാസൻ പ്രിയ അനീഷൻ പറഞ്ഞതുപോലെ ഇതിന്റെ പ്രാരംഭ സമയം മുതൽ ഈ പ്രാർത്ഥനയിൽ സഹകരിക്കാൻ ദൈവന്റെ ജീവിതത്തിൽ അവസരങ്ങളെ നൽകി, ശുശ്രൂഷിപ്പാനും നിലകളിൽ ഭാഗവാക്കാകുവാൻ ദൈവ അവസരങ്ങളെ നൽകി. എല്ലാത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞതുപോലെ MB ജോർജ് അങ്കിള്, കർത്താവിന്റെ ദാസൻ, വളരെ അനുഗ്രഹീതനായ ഒരു കർത്തദാസനായിരുന്നു. ഈ പ്രയർ ലൈനിലൂടെയാണ് അദ്ദേഹത്തെ കൂടുതലായി ഞാൻ അടുത്തറിയുവാൻ ഇടയായി തീർന്നത്. പിന്നീട് അദ്ദേഹവും വ്യക്തിപരമായ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ വളരെ അടുപ്പത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. വളരെ സംസാരിക്കുകയും ശുശ്രൂഷയുടെ കാര്യങ്ങളായാലും ദൈവജനത്തെക്കുറിച്ചൊക്കെ ആയാലും വളരെ അനുകാര്യമായി സംസാരിക്കുകയും അങ്ങനെ എല്ലാം കൊണ്ടും അദ്ദേഹം ഒരു ഉത്തേജനമായിരുന്നു. അദ്ദേഹം എന്നോട് പലപ്പോഴും പറയാമായിരുന്നു, എങ്ങനെയെങ്കിലും US ഒന്ന് വരണം, എൻ്റെ കൂടെ അവിടെ കഴിയണം. അങ്ങനെയൊക്കെ വളരെ ഉത്തേജിപ്പിക്കുകയും പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനിവിടെ കാനഡയിൽ വന്നതിന് ശേഷവും വളരെ ശക്തമായിട്ട് അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു പിതാവിനെ പോലെ തന്നെ ഉള്ള ഒരു ബന്ധത്തിൽ, കാരണം എൻ്റെ പിതാവിനെക്കാട്ടിലും പ്രായം കൂടുതലുണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ആ നിലയിൽ വളരെ ഒരു പിതാവിനെ പോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രയർ ലൈനിലൂടെയാണ് അതൊക്കെ നമുക്ക് കിട്ടുവാനിടയായി തീരുന്നത്. അതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പ്രിയ ആന്റിയെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിന്റെ കൃപ അധികമായിട്ട് ആ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവം പകരട്ടെ. ഓൾ ഓഫ് എ സഡൻ ഉള്ള മരണം എന്നുള്ളത് നമ്മളൊക്കെ പല നിലയിൽ ചിന്തിക്കും. എന്നാൽ കർത്താവിന്റെ ദാസന്റെ ആ മരണത്തോടുള്ള ബന്ധത്തിൽ വളരെ ഒരു പ്രത്യാശയുടെ മരണമാണ്. ഭക്തന്മാർ മരിക്കുന്നത് പോലെ അദ്ദേഹം രാവിലെ
ബാത്റൂമിലൊക്കെ പോയിട്ട് വന്ന്, വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്ന് അങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവത്തിൽ കർത്താവിനോട് അങ്ങ് ചേർന്നു എന്നാണ് നമുക്ക് കേൾക്കുവാനിടയായി തീരുന്നത്. അപ്പൊ നല്ലൊരു മരണം അദ്ദേഹത്തിന് ആ നിലയിൽ ലഭിച്ചു. നമുക്കറിയാം, മരണം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ, ഡെത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സെപ്പറേഷൻ എന്നാണ്. അപ്പൊ ബോഡിയിൽ നിന്ന് ആത്മാവ് വേർപെട്ട് കർത്താവിനോടുകൂടെ ചേർന്നു, നിത്യതയിലെ ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മളോടൊത്ത് നേരിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ലെങ്കിലും ഇന്നത്തെ ഈ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഈ ടെക്നോളജിയിലൂടെ ഒക്കെ നമ്മൾ അടുത്തിരുന്ന് അനുഭവിക്കുന്നത് പോലുള്ള കൂട്ടായ്മകളൊക്കെ പ്രിയ കർത്താവിന്റെ ദാസനോട് അനുഭവിച്ചിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ ദാസിയുടെ മേലെ ദൈവം പകരട്ടെ. തുടർന്ന് അവിടെ നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങട്ടെ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അനുഭവത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ, എൻ്റെ അനുഭവം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പ്രിയ ഫിലിപ്പ് ജോൺ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ അദ്ദേഹവും നമ്മുടെ ഈ കൂട്ടായ്മയിൽ വളരെ ആരാധന ലീഡ് ചെയ്യുന്നു. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ പലർക്കും പല അനുഭവങ്ങളുണ്ട്. കർത്താനദാസൻ, റജി കോശി നമ്മുടെ മധ്യത്തിലുണ്ട്, രാജൻ പാസ്റ്റർ, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും പലവിധമായ അനുഭവങ്ങളുണ്ട്. നമ്മളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ 1997 എൻ്റെ കുടുംബം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പൊ അന്ന് മാറ്റപ്പെടുന്നത് ഒരു മരണത്തിന്റെ ഒരു ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കിടക്കയിലോട്ട് കയറിയിട്ട് പറഞ്ഞു, ഞാനൊന്ന് ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഉറങ്ങാൻ പോയി. അങ്ങനെ അങ്ങ് മാറ്റപ്പെട്ടു. പിന്നെ 35-ാമത്തെ ദിവസം കുഞ്ഞും മരിച്ചു. അപ്പൊ 2 മരണത്തെ ഞാൻ അഭിമുഖീകരിച്ചു ഒരു മാസത്തിൽ. പിന്നീട് കർത്താവ് എനിക്ക് 2000-ൽ വിവാഹം ചെയ്യുവാൻ ഭാഗ്യം നൽകി. എൻ്റെ ദാസിയും ഈ കൂട്ടായ്മയിലുണ്ട്, ലൗസി സാജൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതിൽ കൂടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ത് സംഭവിക്കുന്നുവെന്ന്. എന്നാൽ ദൈവം ആശ്വസിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുകയും, അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിനാൽ നമ്മുടെ ഹൃദയം ആശ്വാസം പ്രാപിപ്പാനിടയായി തീരും. ഈ സമയത്ത് ഇപ്പോൾ സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ, അതുകൊണ്ട് നിർത്തുകയാണ്. ഒരു ആഹ്വാനം കൂടെ ചെയ്തുകൊണ്ട്, മരണത്തോടുള്ള ബന്ധത്തിൽ, ശരീരത്തിന്റെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ, മരിച്ചതിന് ശേഷമുള്ള കാര്യാദികളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ എഴുതിയ 15-ാം അധ്യായത്തിൽ വളരെ വ്യക്തതയോടെ പറയുന്നു, ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. അപ്പൊ ആ മരണത്തോടുള്ള ബന്ധത്തിൽ, ആ മരണത്തെക്കുറിച്ച് ആനുകാര്യമായി മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് കർത്താവിന്റെ ദാസൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് നാം അറിയുന്നത് പോലെ മരിച്ചവരും ഉയർക്കും എന്ന് നാം അറിയുന്നു. ആമേൻ, സ്തോത്രം. അതാണ് ഏറ്റവും വലിയ അറിവ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ കൊരിന്ത്യർ പലപ്പോഴും വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് മരിച്ചവർക്ക് ഒരു പുനരുത്ഥാനമുണ്ട്, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, മരിച്ചവരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ പോകും, ആമേൻ, സ്വർഗത്തിലാണ് എന്നുള്ള ആ ഭയങ്കര അറിവ് കർത്താവിന്റെ ദാസൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ കൂടെ നമുക്ക് തരുന്നുണ്ട്. സ്തോത്രം. അപ്പം ഈ വചനങ്ങളെ കൊണ്ട് നമുക്ക് ആശ്വസിക്കാം. തന്റെ ദാസനെ, കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ആശ്വാസങ്ങളും അനുശോചനങ്ങളും ഒക്കെ ഈ സമയത്ത് അറിയിക്കുന്നു ആ കുടുംബത്തെ. എല്ലാവർക്കും ദൈവത്തിൽ നിന്ന് ഈ ദുഃഖത്തിൽ ആശ്വാസവും വിടുതലും ഏറ്റെടുപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ദൈവമക്കളുടെ പ്രത്യാശ, നമ്മുടെ പ്രത്യാശ, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ സ്വർഗത്തിലേക്ക് പോകും. മരണം, ഡെത്ത് എന്നുള്ള 3 വേർഡ്, അതുപോലെ തന്നെ ബർത്തും 3 വേർഡ്. അപ്പൊ ഡെത്തും ബർത്തിനും ഇടയ്ക്കുള്ള ഈ ലോകത്തിലെ 70 ഏറെയാൽ 80 അല്ലെങ്കിൽ കുറച്ച് വർഷം കൂടെ ജീവിച്ചിരിക്കുന്നു. ആ അനുഭവത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒരു ഉയർപ്പുണ്ട്. കർത്താവിന്റെ വരവാണ്, പ്രത്യാശയാണ്. 1 തെസ്സലോനിക്കർ 4:16 പറയുന്ന പോലെ, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളാൽ നമുക്കൊരു അന്യോന്യം ആശ്വസിക്കാം. ദൈവം ബലപ്പെടുത്തട്ടെ. അവസരങ്ങൾ ഒരുക്കിയ തനദാസനും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് തൻ്റെ ദാസനെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. വളരെ ഈ പ്രയർ ലൈനിൽ കൂടെയാണല്ലോ നമ്മൾ കേട്ടതുപോലെ, ഈ പ്രയറിൽ കൂടെയാണ് പാസ്റ്റർ സാജൻ വർഗീസ്, പാസ്റ്റർ എം വി ജോർജിനെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ ഈ പ്രയർ ലൈനിൽ കൂടെയാണ്. എന്നാൽ ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധമൊക്കെ സ്ഥാപിക്കുന്നതിന് സാധിച്ചു. അത് എത്ര അനുഗ്രഹകരമാണ്. കർത്താവിൻ്റെ ദാസൻ അപ്രതീക്ഷിതമായിട്ടാണല്ലോ പെട്ടെന്ന് നമ്മളെ വിട്ടുപോയത്. 2 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് അറിയാവുന്നതുപോലെ ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ നടത്തി അന്ന് സുഖമില്ലാതെയൊക്കെ ഇരുന്നു. ആ സമയത്ത് പോലും ഈ പ്രയർ ലൈനിൽ വന്നിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ പ്രയർ ലൈനിൽ വന്നിരുന്ന ഉറങ്ങിപ്പോകുന്ന ക്ഷീണിതനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഓർമ്മയുണ്ട്.
അന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ആ കർത്താവ് ഒരു പൂർണ്ണമായ വിടുതൽ നൽകി പഴയതുപോലെ തന്നെ ശക്തിയോടുകൂടെ പിന്നീട് 2-2.5-3 വർഷത്തോളം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കർത്താവിൻ്റെ ദാസൻ അപ്രതീക്ഷിതമായി നിത്യതയിൽ ചേർക്കപ്പെട്ടത്. അത് വളരെ നമുക്ക് എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. എന്നാൽ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. കർത്താവ് നമ്മെ ഇവരെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ സാജൻ വർഗീസിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ ഒക്കെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ജോയ്സ് ജേക്കബ് സിസ്റ്റർ 5 മുതൽ 10 മിനിറ്റ് വരെ സംസാരിക്കുന്നതാണ്. ജോയ്സ് ജേക്കബ് സിസ്റ്റർ കഴിഞ്ഞ 5 വർഷമായിട്ട് 4.5 വർഷമായിട്ട് ഈ പ്രെയർ ലൈനിൽ സംബന്ധിക്കുന്നു, നേതൃത്വം കൊടുക്കുന്നു. പലപ്പോഴും പാസ്റ്റർ എം വി ജോർജ് ഈ ജോയ്സ് ജേക്കബ് സിസ്റ്ററിൻ്റെ പ്രസംഗങ്ങൾ, തിരുവചന ധ്യാനങ്ങൾ അത് വളരെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ ഞായറാഴ്ച, കഴിഞ്ഞ ഇന്ത്യയിലെ സമയം തിങ്കളാഴ്ച രാവിലെ അദ്ദേഹം, എനിക്ക് അന്ന് പൂർണ്ണ സമയം ഈ പ്രെയർ ലൈനിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ എം വി ജോർജ് പാസ്റ്ററിനോടാണ് പറഞ്ഞത്, ജോയ്സ് ജേക്കബ് സിസ്റ്റർ പ്രസംഗിച്ച് കഴിയുമ്പോൾ പാസ്റ്റർ അതൊന്ന് സമപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് വളരെ സ്നേഹത്തോടുകൂടെയും വളരെ അനുഗ്രഹത്തിൻ്റെ വചനങ്ങളൊക്കെ പറഞ്ഞാണ് പാസ്റ്റർ അത് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നതിന് സാധിച്ചു. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ജോയ്സ് ജേക്കബ് സിസ്റ്ററിന് ഇപ്പോൾ സംസാരിക്കാൻ സാവകാശമുണ്ടോ? ഇപ്പോൾ 5 മുതൽ 10 മിനിറ്റ് വരെ ദൈവനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പറയുകയും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ കർത്താവിടെ ആക്കി തീർത്തത് കൃപയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വളരെ വേദന എനിക്കും തോന്നാനിടയായി. കാരണം കുറച്ചേറെ വർഷങ്ങളായി ഞാൻ ഓർക്കുന്നു, ഞാൻ ആദ്യമായി ചിക്കാഗോ പ്രയർ ലൈനിലെ എൻ്റെ സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ ജോബിൻ, അദ്ദേഹം എന്നോട് ഈ കാര്യം ഓർപ്പിക്കുകയും എനിക്ക് തോന്നുന്നു അതേ തുടർന്നുള്ള കുറേയേറെ ആഴ്ചകൾ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിന് വചനം ഞാൻ സംസാരിക്കാനിടയായി തീർന്നു. ആദ്യമായിട്ട് ഞാൻ ഈ വചനം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ പാസ്റ്റങ്ങളാണ് അത് പ്രാർത്ഥിച്ചത്. അന്ന് ഇപ്പൊ ഞാനിങ്ങനെ ഓർത്തിന് ഈ ശബ്ദത്തിനൊരു ചെറിയ വിറയൽ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് ഞാൻ ഫേസ് കണ്ടില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അദ്ദേഹം അത് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതേ തുടർന്ന് എന്നാൽ തന്റെ ശാരീരികമായ പ്രതിസന്ധി നിമിത്തമായിട്ട് പലപ്പോഴും പാസ്റ്റർ പറഞ്ഞ പോലെ അത് പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാനപ്പോൾ ഇടയ്ക്ക് ചോദിച്ചു, എന്തുവാ പാസ്റ്റങ്ങളിന് ലേഡീസ് പ്രസംഗിക്കുമ്പോൾ താല്പര്യം വരത്തില്ലേ, എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് ഞാൻ ചോദിക്കാനിടയായി തീർന്നു. എന്നാൽ അനീഷ് പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഇതുപോലെ നമ്മുടെ ഇവിടുത്തെ അല്ലെ നിങ്ങളുടെ അമേരിക്കയിലെ സന്ധ്യയിലെ ഞായറാഴ്ച സന്ധ്യയിലെ കൂട്ടായ്മ ഇതുപോലെ കഴിഞ്ഞ നടന്ന കൂട്ടായ്മയിൽ ദൈവത്തിന് വചനം പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ആ വചനത്തില് തിസീസ് എടുത്തയാളാണ്, വളരെ സന്തോഷം അതിനകത്ത് കേട്ടതിനകത്ത് എന്ന് പറഞ്ഞ് അതിനെ ഒന്നും കൂടെ അദ്ദേഹം സംസാരിച്ച് പ്രത്യേകമായിട്ട് ഇങ്ങനെ പേര് പറഞ്ഞ് ഇങ്ങനെ ഒഫീഷ്യലി പറയത്തുള്ളൂ, ജോയ്സ് ജേക്കബ് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ശുശ്രൂഷകളെ. അതൊരു എൻ്റെ പപ്പയുടെ കാട്ടിൽ 1 വയസ്സും കൂടെ അദ്ദേഹത്തിന് പ്രായക്കൂടുതലുള്ളൂ. എൻ്റെ പപ്പയ്ക്ക് ഇപ്പം 76 പ്രായമുണ്ട്. അപ്പം അതിന് ഞാൻ എൻ്റെ ഒരു പപ്പയുടെ ഒരു സ്ഥാനത്തായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളും ശബ്ദങ്ങളും ശ്രദ്ധിപ്പാനിടയായത്. എന്നാൽ ജെസ്സി ആൻറ്റി കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് നാട്ടിലൊന്ന് വരാനിടയായി തീർന്നു. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തു. ഞാനും നമ്മുടെ തിങ്കളാഴ്ച ദിവസം പ്രയർ ലീഡ് ചെയ്യുന്ന പ്രിയ ഷൈനിയും ഒരുമിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അവിടെ ചെന്നു. അപ്പോൾ മകന്റെ വീടാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്നു കണ്ടു. കുറേ അധികം സമയം ഞങ്ങൾക്ക് ഒന്നിച്ച് സംസാരിക്കാനും ഒന്നിച്ച് സൗഹൃദം പങ്കിടാനും തൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ ജെസ്സി ആൻറ്റി പറയാനിടയായി. വളരെ ക്ഷീണിതയാണ് അദ്ദേഹവും, വേണ്ട പോലെ തനിയെ നടക്കുവാനും ഒന്നുമുള്ള പ്രാപ്തിയില്ല. ഇന്ത്യയിൽ വന്ന് തൻ്റെ ആദ്യ വിവാഹത്തിലുള്ള മക്കളെ കാണാനുള്ള തീവ്രമായ ഒരു ആഗ്രഹം കുറേയേറെ നാളുകളായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ട് കടന്നു വന്നു. 1-2 കല്യാണങ്ങളൊക്കെ സംബന്ധിപ്പാനിടയായി തീർന്നു. കാര്യങ്ങളൊക്കെ ഞങ്ങളോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ശരീരത്തിൽ വളരെ ക്ഷീണയാണ്, തിരികെ മടങ്ങിപ്പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഇപ്പോഴേ ഈ പാസ്റ്റങ്ങൾ മരിച്ചതിന് ശേഷം ഞാൻ മിക്ക ദിവസങ്ങളിലും ജെസ്സി ആൻറ്റിയോട് ഞാൻ സംസാരിക്കാറുണ്ട്.
അപ്പോ വളരെ ആകുലതകളുണ്ട് ഹൃദയത്തില് എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം അദ്ദേഹം വേണ്ട പോലെ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് അറിയില്ല. വാഹനം ഓടിക്കാനൊക്കെ അവിടെ ചെന്ന് പഠിച്ചു. വൺസ് ഒരു ആക്സിഡന്റ് അവർക്കുണ്ടായി. അത് മുഖാന്തരമായിട്ട് പിന്നീട് വാഹനം അദ്ദേഹം കൊടുത്തിട്ടില്ല. അപ്പം മറ്റൊരു ഡ്രൈവറാണ് അവരെ കൊണ്ടുകൊണ്ട് പാസ്റ്റർ ഇപ്പം വണ്ടി ഓടിക്കത്തില്ലെന്ന് പറയാനിടയായി. അപ്പോ അദ്ദേഹത്തിന് ഒരു ആകുലതയുണ്ട്. നമ്മൾ പ്രത്യേകാല പ്രാർത്ഥിക്കണം. പാസ്റ്റർ ജോർജ് അങ്കിളിന്റെ ഒരു ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു അദ്ദേഹത്തിനെങ്കിലും ആ രാജ്യത്ത് തനിക്ക് അവിടെ മക്കളോ മറ്റ് സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം അവിടെ തനിയെ ആയതുകൊണ്ട് ഒരു മാനസിക പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബലഹീനയായ കർത്താവിന്റെ ദാസി ബ്രിജസിയാനെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കണം. അത് അത്യാവശ്യമായൊരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഫ്യൂണറലൊക്കെ നടക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹപ്പെട്ട നിലയിൽ നടക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ദാസിന് പ്രിയ സാജൻ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഈ കൂടാരമാണല്ലോ. ഇത് എപ്പോഴാണേലും നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഇത് വിട്ടുപോകാൻ ആരും ആഗ്രഹിക്കത്തില്ല ഒരിക്കലും. ഇപ്പൊ നല്ലൊരു വാടക വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. സൗകര്യപ്രദമായ ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ വീട് പണിയാനൊന്നും അധികം ആരും മെനക്കെടത്തില്ല. കാരണം എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷെ അത് എപ്പോഴതിനെ കേട് സംഭവിക്കുന്നോ അല്ലെങ്കിൽ അതിന് മാറിക്കൊടുക്കണമെന്നോ ആവശ്യപ്പെടുമോ ആ ഉടമസ്ഥനല്ലേ അതിനുവേണ്ടി തയ്യാറാകുമോ അപ്പോഴാണ് അയ്യോ എനിക്ക് സ്വന്തമായ ഒരു വീടുണ്ടായിരുന്നെങ്കിൽ ഇത് ഒഴിഞ്ഞു പോകേണ്ട കാര്യം വരത്തില്ലായിരുന്നല്ലോ എന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് അവനൊരു പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നത്. ആയതുപോലെ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാല് പ്രാകൃത മനുഷ്യന്, അത് ഈ പുറമേയുള്ള മനുഷ്യന്, ആത്മമനുഷ്യൻ, നമ്മുടെ അകമയുള്ള മനുഷ്യൻ, ഈ രണ്ട് അവസ്ഥയാണല്ലോ. എല്ലാ മനുഷ്യ ജീവിതത്തിലും ജഡമനുഷ്യനുമുണ്ട്, ആത്മമനുഷ്യനുമുണ്ട്. അപ്പൊ ഈ ജഡമനുഷ്യന് ഈ ലോകത്തിലെ ഒരു അസ്വസ്ഥതകളോ പ്രയാസമില്ല. 100 അല്ല 150 അല്ല 200 വർഷങ്ങൾ ജീവിച്ചാലും ഈ ജഡമനുഷ്യന് യാതൊരു കേടും വരുന്നില്ല. നമ്മൾ സുഖമായിട്ടോടെ ജീവിക്കുന്നെങ്കിൽ ഒരിക്കലും ഇത് വിട്ടൊഴിയാൻ ഒരിക്കലും ഒരാളും, എത്ര പ്രത്യാശയേറിയ ആൾക്കും അതിന് താല്പര്യം വരത്തില്ല. എന്നാൽ ഇതിന് ക്ഷീണം സംഭവിക്കുമ്പോൾ, ഇതിന് തളർച്ച സംഭവിക്കുമ്പോൾ, ഇതിന് രോഗം വരുമ്പോൾ, ഇതിന് കേട് വരുമ്പോൾ, ഇതിൽ വേദന വരുമ്പോൾ നിശ്ചയമായിട്ടും ഇപ്പൊ എന്റെ പപ്പ പറഞ്ഞല്ലോ, പാസ്റ്റങ്ങളിന്റെ ഒക്കെ ഏകദേശം പ്രായമാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, എപ്പോഴും പപ്പ എങ്ങനെ പറയും, ഇനി ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിക്കും ഞാൻ എപ്പോഴാ അങ്ങോട്ട് വരണ്ടേ, എപ്പോഴാ. അപ്പൊ ഞാൻ പറയും, പപ്പ ഇത്രയല്ലേ ആള്, 90 വയസ്സുള്ളവർ എന്റെ ചർച്ചിലുണ്ട്, അവർക്ക് പോലും ഇപ്പോഴും ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടപ്പെടുമ്പോ പപ്പ ഇപ്പോഴേ എന്തോത്തിന് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ പറയും, കുഞ്ഞെ ഞാൻ ബലഹീനനായി, എന്നെ ഈ ജഡമനുഷ്യൻ ഇനിയും ഇതിനകത്ത് പാർക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. അത് ശരിയാ. ഞാനിപ്പോ ഈ ദിവസങ്ങളിൽ ഞാൻ കൊരിന്ത്യർ ലേഖനം വായിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ കറക്റ്റാണ്. കാരണം ഇതിൽ ക്ഷീണവും ബലഹീനതയാവുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം തന്ന ആത്മമനുഷ്യൻ സ്വതന്ത്രനാകാൻ ആഗ്രഹിക്കും. പിന്നെ ആരും ഈ കെട്ടിപ്പൊടക്കിയ വീട്ടിൽ പാർക്കാൻ ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ഇതിന് ക്ഷീണം സംഭവിക്കുന്നത് ഒരു പക്ഷേ അതിന് ഭയപ്പെടേണ്ടതോ. ഇപ്പൊ മരണത്തെക്കുറിച്ചുള്ള ഭയം നമുക്കുണ്ടെങ്കിൽ ആ മരണഭയം നമ്മിൽ നിന്ന് മാറുവാനായിട്ടാണ് പൗലോസ് പറഞ്ഞത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാതെ നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു. എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ആ പൗലോസിന്റെ ജീവിതയാത്രയിൽ അദ്ദേഹം എപ്പോഴും കർത്താവിനോട് ഒട്ടിച്ചേരാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നെന്ന് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് നന്നായി മനസ്സിലാകും. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ ആകുന്ന എനിക്ക് അത്യുത്തമം. എന്നാലും കർത്താവ് ഏൽപ്പിച്ച വേല ചെയ്യാൻ അദ്ദേഹം ഇവിടെയും പാർക്കാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷെ അങ്ങോട്ടുള്ള ഒട്ടിച്ചേരൽ എപ്പോഴും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇവിടെ പുനലൂര് ഇന്നലെ അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ സർവീസ് ആയിരുന്നല്ലോ. ഉണ്ണികൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ അനുഗ്രഹീതനായ ആ ദൈവദാസ്, 47 വയസ്സ് മാത്രം പ്രായമുള്ള, നല്ല ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള ആ ഒരു ദൈവദാസന് ഞാൻ 7 വർഷമേ ആയുള്ളൂ വിശ്വാസത്തിലേക്ക് വന്നിട്ട്. ഞാൻ ഓർക്കുക, ഇത്രയും പ്രായമായി എനിക്കൊന്നും അറിയത്തില്ല. 7 വർഷം ഹൈന്ദവ പശ്ചാത്തലം വിട്ട് ഈ തിരുവെഴുത്ത് മനസ്സിലാക്കി വന്നപ്പോ ഇത്രയും വചനം ഈ കുഞ്ഞിന്റെ ഹൃദയത്തിൽ എപ്പോഴാ കയറിയെന്നൊക്കെ ഞാനത് കേട്ട
കേട്ടപ്പം എനിക്ക് ഇനി ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. ഇത്രയും വചനം, അതും എല്ലാം പ്രത്യാശയുടെ വചനം. പറഞ്ഞ് എന്നെ വെട്ടിയാലും കൊന്നാലും എന്നെ കഴുത്ത് കണ്ടിച്ചാലും എന്നെ തകർത്താലും, കാരണം എന്നറിയാമോ, ആ ഒരു ഒട്ടിച്ചേരൽ എപ്പോഴും, ആ ഒരു എൻകൗണ്ടർ അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. കർത്താവുമായിട്ടുള്ള ആ ഒരു വാസത്തിന്റെ മനോഹാരിത, അതിന്റെ ആ സൗന്ദര്യം, അത് ആസ്വദിച്ചു കഴിഞ്ഞപ്പോ എപ്പോഴും ഈ ജഡത്തിൽ നിന്ന് ഇത് പുറത്തു പോകാനുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യം പ്രാപിപ്പാനായിട്ട് ഏറെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും ഒരു രോഗമായാലും ഞാനായാലും നിങ്ങളായാലും നമ്മൾ നാളെയിൽ ആരോഗ്യത്തോടെ ജീവിക്കാനാ പോയി ട്രീറ്റ്മെന്റ് ആയാലും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എന്നാൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ട്രീറ്റ്മെന്റിനോടൊന്നും പ്രായമുള്ളവർക്ക് താല്പര്യമില്ല. എങ്ങനെങ്കിലും ഇത് വിട്ടു പുറത്തു പോകണം എന്ന് വെച്ചാല് ഈ ദ്രവത്വമുള്ളത് ഇവിടെ അഴിഞ്ഞേ മതിയാവത്തുള്ളൂ. ഈ എന്താ പറയാ, ക്ഷയമുള്ളത് ഇവിടെ തീർന്നേ മതിയാവത്തുള്ളൂ. അതുകൊണ്ടാണ് ആ അദ്രവത്തമായ ഒരു തലത്തിലേക്ക്, ആ ഒരു ആത്മമനുഷ്യന്റെ ജഡത്തിൽ നിന്നും പുറത്തു പോകുന്ന ആ പുറമേയുള്ള മനുഷ്യനിൽ നിന്നും ആ അകമേയുള്ള മനുഷ്യൻ കൂടുമാറുന്ന, അല്ലെങ്കിൽ ആ ഒരു തീരത്തു നിന്നും യാത്ര പുറപ്പെടുന്ന ഒരു കപ്പലോ ബോട്ടോ വള്ളമോ എന്തും ആയിക്കൊള്ളട്ടെ, അതിന്റെ ഒറ്റ ഒരാഗ്രഹം നടുക്കടലിൽ നിൽക്കാനല്ല, ആ അടുത്ത മറുകര അണയാൻ, ആ തീരത്തോട്ട് ചെല്ലാനുള്ള ഒരാഗ്രഹമാണല്ലോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള. അതുകൊണ്ട് എന്റെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ആ ഒരു മറുകരയിലേക്ക് എത്താനായിട്ട് വെമ്പലോടെ കർത്താവുമായിട്ടുള്ള ആ ഒട്ടിച്ചേരല് എപ്പോഴും സാധ്യമാകട്ടെ എന്ന് അഭിമുഖ സർവീസ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ ഞാനും പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവളാണ്. എൻ്റെ വാക്കുകള് നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹ ആശ്വാസമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെയും വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസി ഞാൻ സൂചിപ്പിച്ചതുപോലെ പാസ്റ്റർ എം വി ജോർജ് മായിട്ട് ഈ ഒരു വേദിയിലൂടെ, ഈ ഷിക്കാഗോ പ്രേരണയിലൂടെ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാൻ ഇടയായി. അതുപോലെ തന്നെ ജെസ്സി സിസ്റ്ററുമായിട്ട് പേഴ്സണലായിട്ടും ഈ പ്രയർ ലൈനിൽ കൂടെയൊക്കെ ബന്ധപ്പെടുന്നതിന് സാധിച്ചു. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു നിര്യാണം അപ്രതീക്ഷിതമായി പോയി. എന്നാൽ ഇത് നമുക്ക് അപ്രതീക്ഷിതമായിരുന്നെങ്കിലും ദൈവത്തിന് അപ്രതീക്ഷിതമായിരുന്നില്ല. ആ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ്. എന്തോ അസാധാരണമായിട്ടുള്ള രീതിയിലാണ് അന്ന് കർത്താവിൻ്റെ ദാസി പ്രസംഗിച്ച ആ ദിവസം തന്നെ ഞാനിവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എം വി ജോർജ് പാസ്റ്റർ അത് ക്ലോസ് ചെയ്യേണ്ടി വന്നു. എന്നാൽ അസാധാരണമായ രീതിയിൽ അനുഗ്രഹത്തിൻ്റെ വാക്കുകളൊക്കെ പറയുകയും, അതുപോലെ തന്നെ ഞാൻ അവിടെ പോയിരുന്ന് ഒരുമിച്ച് പാട്ട് പാടുകയൊക്കെ ചെയ്യുന്ന, ഇന്ന് വരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായി. അതൊരു അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളായിരുന്നല്ലോ. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസിയെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ ആർക്കെങ്കിലും ഏതാനും ഒരു 5 മിനിറ്റിൽ ഉള്ളിൽ ദയവായിട്ട് ആർക്കെങ്കിലും ചില വാക്കുകൾ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സാവകാശമുണ്ട്. നിങ്ങളത് പറയുന്നെങ്കിൽ ദയവായി വീഡിയോ ഓൺ ചെയ്യണമേ. ഈ റെക്കോർഡിങ് യൂട്യൂബിൽ ഇടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ ഓൺ ചെയ്യണം. താങ്ക് യു. ഞാന് മൂവാറ്റുപുഴയിൽ നിന്നാണല്ലോ. ദൈവനാമത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഈ സാറിന്റെ ഇതില് ഞാൻ മൊബൈല് കേടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തു നോക്കിയപ്പോ ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടപ്പോ, അയ്യോ ഇത് നമുക്ക് നല്ല പരിചയമുള്ള ആളാണ്, അയ്യോ നമ്മുടെ അപ്പച്ചനാണല്ലോ എന്ന് ഓർത്ത് ഞാൻ നോക്കി. പിന്നെ ഞാൻ എടുത്തു നോക്കിയപ്പോഴാണ് ഞാൻ ഈ സംഭവം അദ്ദേഹത്തെ കണ്ടത്. ഞാൻ ആ ദിവസം എൻ്റെ മൊബൈല് കേടായിരുന്നു. എൻ്റെ ഫോണും വെള്ളത്തിലൊന്ന് ചാടിയത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കട്ടായിപ്പോകും. അപ്പോൾ ഞാൻ ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം, കഴിഞ്ഞ രണ്ട് ഞായറാഴ്ച മുമ്പ് ഞാൻ തൃശ്ശൂരിന്റെ പ്രദേശത്തൊരു വേലയുടെ കാര്യം പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ അത് അവസാനം ജോർജ് കുട്ടി പാസ്റ്ററാണ് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവിന്റെ നാമത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങുവാൻ തന്റെ ദാസിയെ ദൈവം ഒരുക്കിയല്ലോ, ആ ദേശത്ത് ദൈവം വലിയവ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആ വിഷയം വെച്ച് നന്നായി കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളത്തിലേക്ക് വലിയൊരു സ്പർശനമുണ്ടായി. എനിക്ക്
അപ്പൊ ഞാൻ ഓർത്തു, തീർച്ചയായിട്ടും നടക്കും, തീർച്ചയായിട്ടും ദൈവം അവിടെ വഴി ഒരുക്കിയല്ലോ. ആ പ്രശ്നത്തിന്റെ മുമ്പിൽ ഞാൻ പിറ്റേ ദിവസം ഞായറാഴ്ച ഇവിടുന്ന് കടന്നുപോയി. അവിടെ ചെന്ന് സ്ഥലങ്ങൾ കാണുകയും ഒരുക്കുകയും അതിന് വാക്ക് കൊടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അതെനിക്ക് മനസ്സിലായി. ആ സാറ് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടെ ഞാൻ കാണുവാനിടയായി. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, ഇതാണല്ലോ അവസാന നാളിലാണല്ലോ അദ്ദേഹത്തിന്റെ യാത്രയയപ്പില് ഇങ്ങനെയും കൂടെ ചെയ്തു വെച്ചിട്ടാണല്ലോ പോയെന്ന് ഞാൻ ഓർത്തു. ദൈവനാമത്തിന് സ്തോത്രം, സ്തോത്രം. ഇത് പറയാൻ എനിക്ക് വളരെ ദുഃഖമുണ്ടെങ്കിലും അതിനകത്ത് വലിയൊരു സന്തോഷമുണ്ട്. കാരണം പ്രായാധിക്യത്തിലെ അവസാന നിമിഷം ഒരു വേലയ്ക്ക് വേണ്ടി അടിസ്ഥാനം ഇടുവാൻ കൂടെ ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അത് പ്രാർത്ഥിച്ചു, അത് അനുഗ്രഹിച്ചു തന്നതിനായി സ്തോത്രം. അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന നമ്മുടെ ഗ്രൂപ്പിനൊക്കെ ദാസന്മാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദാസി ഓർത്ത് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു സെക്കൻഡ് പാസ്റ്റർ ബെൻജോൺ. സിസ്റ്റർ രത്നമ്മ ചന്ദ്രപ്പൻ നമ്മുടെ ഈ പ്രാർത്ഥനാലയങ്ങൾ കുറെ നാളുകളായിട്ട് സംബന്ധിക്കുന്നു. തൃശ്ശൂരിലാണ്. പുതിയതായി ഒരു വേല തുടങ്ങാൻ താല്പര്യപ്പെട്ടു. അതിനുവേണ്ടി പാസ്റ്റർ എം പി ജോർജ് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അത് വളരെ വിജയകരമായിട്ട് ആരംഭിക്കുന്നതിന് സാധിച്ചു. എത്ര മഹത്തരമായ ഒരു സാക്ഷ്യമാണ്. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇത് പാസ്റ്റർ ബെൻജോൺ ആണ്. നമ്മുടെ പ്രാർത്ഥനാ ലൈനിൽ നേതൃത്വം കൊടുത്തിരുന്ന ആളാണ്. ഹിന്ദിയിൽ പ്രയർ ലൈനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന കർത്താവിൻ്റെ ദാസനാണ്. ഏതാനും മിനിറ്റുകൾ സംസാരിച്ചോട്ടെ. അതിനുശേഷം റജി കോശി ബ്രദർ സംസാരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ അനീഷ് പാസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ ഇംഗ്ലീഷ് ചർച്ചിൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാള്. അതിനിടയ്ക്കാണ് എൻ്റെ കണ്ണിനൊരു പ്രോബ്ലം പറ്റി. എനിക്ക് കണ്ണ് കാഴ്ചയില്ലാതെ പെട്ടെന്ന് പോയി. അപ്പം അത് ചെക്ക് ചെയ്തപ്പം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതിന്റെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഓപ്പറേഷൻ ആയിരുന്നു. ഇപ്പോഴും കണ്ണിന് കാഴ്ചയില്ല. അത് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റാത്തത്. എന്നാലും ഞാൻ എല്ലാ മെസ്സേജുകളും ഞാൻ യൂട്യൂബിലും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വീഡിയോ ഇല്ലാതെ ഓഡിയോ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇൻഡോറിൽ നിന്ന് ശുശ്രൂഷിച്ച പ്രിയ ജോസഫ് പാസ്റ്റർ, ഞങ്ങൾ ഒരുമിച്ച് ഇൻഡോറിൽ വർക്ക് ചെയ്ത ആളാണ്. അന്നും കയറണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ കണ്ണിന്റെ ചെറിയ മരുന്നുകളൊക്കെ ഒഴിക്കുന്നുണ്ട്. അന്ന് കയറാൻ പറ്റിയില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹമായ ചിക്കാഗോ പ്രയർ ലൈൻസ് ഇങ്ങനെ പോകുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പ്രിയ ജോർജ് പാസ്റ്ററെ പലപ്പോഴും ഞാൻ നമ്മുടെ മീറ്റിങ്ങുകളിൽ കാണാൻ ഇടയായിട്ടുണ്ട്. പേഴ്സണലായിട്ട് ബന്ധങ്ങളില്ലെങ്കിലും ചില തിരുവചനങ്ങളോടുമായിട്ട് ഭയങ്കര അഭേദ്യമായ ബന്ധം അദ്ദേഹത്തിനുള്ളതായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. തിരുവചനത്തിൽ പറയുന്നുണ്ട്, നീതിമാൻ മരണത്തിലും പ്രത്യാശയുള്ളവനായിരുന്നു. അപ്പം ഒരു നീതിമാന്റെ മരണത്തിൽ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ പ്രത്യാശ വയ്ക്കുന്നത്. കാരണം ആ വ്യക്തി പ്രത്യാശ വെച്ച നിത്യതയിലേക്ക് ചേർക്കപ്പെടുക എന്നുള്ളത് ഭയങ്കര ഒരു അപ്ഗ്രേഡേഷൻ കിട്ടുവാണ്, ഒരു അപ്ഗ്രേഡ് കിട്ടുവാണ് അദ്ദേഹത്തിന്. അതുപോലെ യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്, യോബിനോട് പറയുന്നുണ്ട്, യോബേ, നിന്റെ നടപ്പിന്റെ നിർമ്മലതയല്ലോ നിന്റെ പ്രത്യാശയാണ്. പ്രിയ കർത്തദാസൻ പലപ്പോഴും ശുശ്രൂഷിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം എവിടെ പോയാലും, മാളിൽ പോയാലും, കാണുന്നത് യാത്ര ചെയ്യാൻ വാക്കിങ്ങിന് പോയാലും കാണുന്നവരോടെല്ലാം സുവിശേഷം പറയുന്ന ഒരു സുവിശേഷ തൽപരനായിരുന്നു. ഒരു മിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ ദേവദാസൻ പ്രത്യാശ വെച്ച, പ്രിയം വെച്ച നിത്യത്തിലേക്ക് ചേർക്കുവാൻ ഇടയായിത്തീർന്നു. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നമുക്ക് അതിനെ ചോദ്യം ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ ബൈപ്പാസ് ചെയ്തപ്പോൾ പോലും ഒരു പ്രശ്നമില്ലാതെ അദ്ദേഹം റിക്കവറായി വന്നു. എന്നാൽ ഒരു പ്രശ്നമില്ലാതെ അദ്ദേഹം കിടന്നുറങ്ങിയപ്പോൾ തന്റെ നിത്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. അത് ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതിയായിരുന്നു. ദൈവം പ്രിയപ്പെട്ടവരെ, അവരുടെ കുടുംബത്തെ, അവരുടെ മക്കളെ എല്ലാം ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. അവരെ സ്നേഹിക്കുന്ന പ്രിയ ദൈവദാസനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്രത്യാശയുടെയും ആശ്വാസവചനം അനുമോദനമായി അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് സൺഡേ ഞാൻ മീറ്റിങ്ങിന് പോകുകയാണ്. ഇവിടെ നമുക്ക് മീറ്റിംഗ് ഉണ്ട്. പ്രിയ അനീഷ് പാസ്റ്റർക്ക് അറിയാം. യാത്രയിലാണ്. 10 മിനിറ്റുള്ളിൽ ഞാൻ അവിടെ എത്തും. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എല്ലാ പ്രത്യാശയും പ്രാർത്ഥനയും ഈ ധരണിയിൽ അറിയിച്ചുകൊള്ളുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ശുശ്രൂഷകളെല്ലാം ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധാരാളമായിട്ട്
നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ബെൻ ജോൺ ഈ പ്രെയർ ലൈനിൽ വന്ന് തൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ വളരെ സന്തോഷം. കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ ആ ചർച്ചിൽ പോകുന്നതിനും, ആ ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്നതിനും, അവിടെ തിരുവചനം സംസാരിക്കുന്നതിനും പാസ്റ്റർ സംസാരിക്കുന്നതിനുമൊക്കെ എനിക്ക് അവസരം ലഭിച്ചു. കർത്താവ് ധാരാളമായിട്ട് ആ കുടുംബത്തെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത് വളരെ ഒരു നല്ല ഒബ്സർവേഷനാണ്. പാസ്റ്റർ എം വി ജോർജ് പലപ്പോഴും നമ്മുടെ ഈ പ്രെയർ ലൈനിൽ വന്ന് സംസാരിക്കുമ്പോൾ പ്രധാനമായും പറയുന്ന അതാണ്. ഞാൻ ഇന്ന് അവിടെ ജിമ്മിൽ പോയപ്പോൾ ചില ആളുകളെ കണ്ടു, സംസാരിച്ചു, ട്രാക്ട് കൊടുത്തു. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നല്ലോ. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. അടുത്തതായിട്ട് റജി കോശി ബ്രദറെ ഏതാനും മിനിറ്റുകൾ സംസാരിക്കുന്നതാണ്. താങ്ക് യു. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം ഈ പ്രെയർ ലൈനിൽ കടന്നു വന്നപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് പാസ്റ്റർ അനീഷിൻ്റെ, എൻ്റെ ഒരു കോമൺ ഫ്രണ്ട്, ഒരു മർത്തോമ കാരനായിട്ടൊരു ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് എന്നെ ഇതിനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ കടന്നു വന്നപ്പോൾ ആദ്യമായിട്ട് പാസ്റ്റർ എം വി ജോർജിനെ ഈ പ്രെയർ ലൈനിൽ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം വളരെ വലിയ പരിചയസമ്പന്നനായ ഒരു ദൈവദാസൻ ഈ പ്രെയർ ലൈനിൻ്റെ ഭാഗമായിരിക്കും എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അങ്ങനെ അദ്ദേഹവുമായിട്ട് പല സമയങ്ങളിലും ഫോൺ വിളിക്കാനൊക്കെ ദൈവം എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. അതിന് കാരണം പാസ്റ്റർ അനീഷാണ്. പാസ്റ്റർ അനീഷ് എൻ്റെ ആ ബുക്ക്, കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അതിനെ ഒരു കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയാനായിട്ട് എന്നെ വിളിച്ചു. ഞാൻ അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ദൈവദാസൻ വളരെ എൻകറേജ് ചെയ്യുന്ന ഒരു ദൈവദാസനായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും കഴിഞ്ഞു. അങ്ങനെ മലയാളത്തിൻ്റെ 2 കോപ്പി അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൻ്റെ ബുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച സമയത്ത് എൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡ്രൈവ് ചെയ്യുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എത്ര ബുക്ക് വേണേലും വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ കൊടുക്കാനുള്ള കാര്യം ഞാൻ ഏറ്റിട്ടുണ്ട്. ഞാൻ പലരെയും കാണുമ്പോൾ അത്യാവശ്യക്കാർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ, വായിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ വൈഫ് റിബിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രയാസം തോന്നി. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആ ബുക്കുമായിട്ട് പാസ്റ്റർ അനീഷ് അവിടെ കടന്നു ചെന്നപ്പോഴാണ് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്തെന്നാണ് എൻ്റെ അറിവ്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹല്ലേലൂയ എല്ലാ വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ എം വി ജോർജിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപിടി ഓർമ്മകൾ. ഹല്ലേലൂയ. ഹി വാസ് എ മാൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു ദൈവ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്. ഹല്ലേലൂയ. വലിയ സ്വപ്നങ്ങൾ, ഹല്ലേലൂയ, സുവിശേഷത്തെക്കുറിച്ച് ഒരു ലജ്ജയില്ലാത്ത ഒരു ദൈവ മനുഷ്യനായിരുന്നു. ആരെ കണ്ടാലും കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിച്ചപ്പോഴും പറഞ്ഞു, ഞാൻ തീർത്ത് പറയും, വചനം വായിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കും. അങ്ങനെ വളരെ കർശനമായിട്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ ഉത്സാഹിപ്പിക്കുന്ന ഒരു ദൈവദാസൻ. ആ ദൈവദാസനെ ഓർത്ത് ഹല്ലേലൂയ, അദ്ദേഹത്തിൻ്റെ എല്ലാ ലെഗസി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പ്രിയ ഹല്ലേലൂയ ജെസിയാനി ഓർത്തി പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള കാര്യങ്ങളുടെ മേലൊക്കെ ദൈവത്തിൻ്റെ കാര്യം കൂടെ ഇരിക്കുവാൻ അതുകൊണ്ട് ഇടയാകട്ടെ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾ ഓർക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ്റെ അനുഭവങ്ങൾ എത്ര അർത്ഥവത്തായ, എത്ര ശക്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. ചുരുക്കം ചില വാക്കുകൾ മാത്രമേ, ചുരുക്കം ചില നിമിഷങ്ങൾ മാത്രമേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ തന്നെയും ആ സംസാരത്തിലൂടെ ഒരു വലിയ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി, അല്ലെങ്കിൽ ആ സംസാരത്തിലൂടെ ദൈവികമായിട്ടുള്ളൊരു ചലനം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് വരത്തില്ല. പക്ഷേ നമ്മുടെ ഓരോ വാക്കുകളുടെയും അർത്ഥം, അതിൻ്റെ വ്യാപ്തി മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ സഹായകരമായിരിക്കും. കർത്താവിൻ്റെ ദാസൻ റജി കോശി കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് നമ്മുടെ ഈ പ്രെയർ ലൈനിൽ വളരെ പതിവായിട്ട് സംബന്ധിക്കുന്നു, നേതൃത്വം കൊടുക്കുന്നു. അതുപോലെ തന്നെ തൻ്റെ ഇതിൽ ഉള്ള നേതൃത്വം കൊടുക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കുന്നു. പാസ്റ്റർ എം വി ജോർജുമായിട്ട് ബന്ധപ്പെടുന്നതിനും അങ്ങനെ ഇത് മുഖാന്തരമായല്ലോ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും ആർക്കെങ്കിലും
സംസാരിക്കാൻ ഉണ്ടെങ്കിൽ ഏതാനും മിനിറ്റുകൾ, 2-3 മിനിറ്റുകൾ കൊണ്ട്, 3-4 മിനിറ്റുകൾ കൊണ്ട് സംസാരിക്കുക. താങ്ക് യു. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ചിക്കാഗോ പ്രെയർ ലൈനിലൂടെ പ്രിയ അങ്കിളിനെ പരിചയപ്പെടുവാന്, അതായത് ജെസ്സി ആൻറ്റിയെ ആയിട്ടാണ് ആദ്യമായി പരിചയപ്പെടുന്നത്. അങ്ങനെ ആൻറ്റി പലപ്പോഴും പേഴ്സണലി പ്രയർ റിക്വസ്റ്റുകൾ വിളിച്ച് പറയുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് അത് അങ്കിളുമായിട്ട് സംസാരിക്കുവാനായിട്ടൊക്കെ പലപ്പോഴും ഇവിടെയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സംസാരിച്ചാലും എൻകറേജ് ചെയ്യുകയും ഒരു ഫ്രണ്ട്ലി ടോക്ക്, അപ്പോൾ തന്നെ ഒരു നല്ല ഒരു പിതാവിന്റെ അഡ്വൈസ്, അങ്ങനെയൊക്കെ അങ്കിളിൽ നിന്ന് സ്തോത്രം തിരിച്ചറിയുവാൻ, അനുഭവിപ്പാനൊക്കെ ഇടയായിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വലിയ ആത്മഭാരത്തോടും, അതായത് എപ്പോഴും സംസാരിക്കുമ്പോൾ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് താൻ വളരെ ശക്തമായിട്ട് സംസാരിക്കുക, അതിന്റെ ആഴങ്ങൾ പറയുകയും, അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളിൽ അങ്ങനെ ഒരു മീറ്റിംഗ് പോലും ഇടയ്ക്ക് ഞങ്ങൾക്ക് സംഘടിപ്പിക്കുവാനൊക്കെ ദൈവം ഇടയാക്കി തീർന്നു. അതൊക്കെ വളരെ അനുഗ്രഹവും എൻകറേജും ഒക്കെ ആയിരുന്നു. സ്തോത്രം. എന്നാൽ പെട്ടെന്ന് കഴിഞ്ഞ സൺഡേയിലും നമ്മുടെ ഈ മീറ്റിംഗിൽ താൻ ഉണ്ടായിരുന്നു. ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എന്നാൽ പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് താൻ മാറ്റപ്പെട്ടു. അതായത് ഞാനിങ്ങനെ വെറുതെ എൻ്റെ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ ലോഗോസ് ക്രിസ്ത്യൻ മിനിസ്ട്രി എന്ന് പറയുന്നത്, അതിനകത്ത് അവര് ഫോട്ടോ ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, എന്നാൽ നമുക്കെല്ലാം അൺഎക്സ്പെക്റ്റഡ് എന്ന് തോന്നുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് അതെല്ലാം ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ നിയോഗപ്രകാരം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്ലാൻ, ദൈവം എല്ലാം നന്നായിട്ട് അറിയുന്ന ഒരു കർത്താവാകയാൽ ആ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താൻ കിടന്ന് രോഗിയാകുവാൻ, കിടന്ന് ദിവസങ്ങൾ ഭാരപ്പെടുവാൻ ഒന്നും ഇടയായില്ല. ജെസ്സി ആൻറ്റി ഞാൻ അപ്പോൾ തന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, രാവിലെ എഴുന്നേറ്റു, വാഷ്റൂമിൽ പോയി കോഫി കൊണ്ട് കൊടുത്തു, അത് കുടിച്ചു, പിന്നെ ആൻറ്റി പ്രാർത്ഥിച്ചു. അതിനൊക്കെ ശേഷമാണ് താൻ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടത്, അതിനിടയായി തീർന്നത്. സ്തോത്രം, ആമേൻ സ്തോത്രം. അങ്ങനെ വലിയൊരു പ്രത്യാശയുടെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ദൈവം ഇടയാക്കി. താൻ പഴയ ഗാനങ്ങൾ പാടുമ്പോൾ ഒക്കെ അതിനകത്തെല്ലാം കർത്താവിന്റെ വരവിനെ കുറിച്ചും OM രാജകുട്ടിയുടെ അനേക പാട്ടുകൾ അദ്ദേഹം പാടി അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുന്ന ഒക്കെ കാണട്ടെ. അതിനകത്ത് ഒത്തിരി പുള്ളിയെ എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അദ്ദേഹത്തിന്റെ ആ വലിയ ഒരു ദൈവത്തോടുള്ള ബന്ധം അല്ലെങ്കിൽ പ്രത്യാശ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വലിയ ആമേൻ തന്നെ ഒത്തിരി എൻകറേജ് ചെയ്യുന്ന വേർഡുകൾ ആമേൻ ഞങ്ങൾക്ക് അനുഭവിപ്പാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവം ആമേൻ സ്തോത്രം അങ്ങനെ തന്നെ അനുഗ്രഹിച്ചു, സഹായിച്ചു. അതിനായിട്ട് ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സമയമായപ്പോൾ കർത്താവ് ദൈവസന്നിധിയിൽ ചേർത്തു. ആമേൻ സ്തോത്രം. പ്രിയ ആൻറ്റി ഓർത്തു പ്രാർത്ഥിക്കുന്നു. ദൈവം ദാസിയെയും ധാരാളമായിട്ട് ബലപ്പെടുത്തട്ടെ. ആമേൻ. എനിക്ക് ഈ അവസരം തന്ന ദൈവമക്കളോട് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വെച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സിസ്റ്റർ ലൗസി സാജൻ അന്ന് ഫാസ്റ്റർ MV ജോർജ് അങ്കിളിനെ പരിചയപ്പെട്ട സമയം മുതൽ അവർ ആ ബന്ധത്തിൽ നിലനിൽക്കുകയും ആത്മീകമായിട്ടുള്ള ആ ബന്ധത്തിൽ മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഇന്ന് ഈ വാക്കുകൾ ഇവിടെ പറയുന്നതിന് ഇടയായല്ലോ. കർത്താവ് ധാരാളമായിട്ട് ആ കുടുംബത്തെ സഹായിക്കട്ടെ. ഇനിയും മറ്റാരുമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ദാസന്റെ കുറിച്ച് സംസാരിക്കുന്നതിനും ഈ പ്രയർ ലൈനിൽ 5 വർഷത്തോളം പല രീതിയിൽ നേതൃത്വം കൊടുക്കുകയും ഞങ്ങൾക്കൊക്കെ വളരെ ഉത്തേജനം നൽകിയിരുന്ന കർത്താവിൻ്റെ ദാസന് എത്ര സമയമാണ് ഇതിൻ്റെ അകത്ത് ചെലവഴിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് അമേരിക്കയിൽ ആർക്കും സമയമില്ലല്ലോ. എന്നാൽ എത്ര സമയമാണ് ഈ പ്രയർ ലൈനിലെ കർത്താവിൻ്റെ ദാസൻ ചെലവഴിച്ചിരുന്നത്. ഇന്ന് നമുക്കറിയാം, അന്ന് ആ കർത്താവിൻ്റെ ദാസൻ ഇവിടുത്തെ ചൊവ്വാഴ്ച രാവിലെ 6:30-ക്കാണ് 6 മണിക്ക് ഉണർന്നു. 6:30-ക്കാണ് നിത്യതയിൽ പ്രവേശിച്ചത്. അത് ഇന്ത്യയിലെ സമയം ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി. ജെസ്സി സിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ തിങ്കളാഴ്ച എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണല്ലോ സിസ്റ്റർ ഇരിക്കുന്ന. കഴിഞ്ഞ ആ ദിവസം തന്നെ നടന്ന പ്രാർത്ഥനയിൽ അന്ന് വൈകിട്ട് സിസ്റ്റർ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ വന്ന് തൻ്റെ അനുഭവങ്ങൾ പറയുകയും സാക്ഷ്യം പറയുകയും ഒക്കെ ചെയ്തു. ഇന്ന് ഈ മീറ്റിങ്ങിൽ വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് മുതൽ പാസ്റ്ററിൻ്റെ MV ജോർജ് പാസ്റ്ററിൻ്റെ അനിയൻ്റെ വീട്ടിൽ, ഇവിടെ 2-3 അനിയന്മാരുണ്ട്, അതിൽ ഒരു അനിയൻ്റെ വീട്ടിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അദ്ദേഹം ഓർത്തഡോക്സുകാരനാണ്. അതുകൊണ്ട് അവിടുത്തെ അച്ഛനും ഒക്കെ വന്നുള്ള മീറ്റിംഗ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ സിസ്റ്റർ തീർച്ചയായിട്ടും ഈ മീറ്റിങ്ങിൽ വരുമായിരുന്നു, നമ്മോടൊപ്പം ഇരിക്കുമായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പാസ്റ്റർ MV ജോർജിനെ എനിക്ക് കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട്
അറിയാം, ഞാൻ ഇവിടെ പോകുന്ന അന്ന് പോയിരുന്ന ആ ചർച്ചിൽ പാസ്റ്റർ വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് പരിചയപ്പെടുന്നതിന് ഇടയായത്. പിന്നീട് കർത്താവിൻ്റെ ദാസന് ഇവിടെ ഈ അമേരിക്കയിൽ 53 വർഷമായി വന്നിട്ട് 1970 വന്നത്. 1971 വന്നത്. 53 വർഷങ്ങളായിട്ട് അമേരിക്കയിൽ ഉണ്ട്. കർത്താവിൻ്റെ ദാസന് ഇവിടെ ബാങ്ക് ഓഫ് അമേരിക്കയിൽ ആയിരുന്നു ജോലി. പിന്നെ ലൊസാൽ ബാങ്ക് ആയിരുന്നു ആദ്യം. പിന്നീട് അത് ബാങ്ക് ഓഫ് അമേരിക്ക ആ ബാങ്ക് ഏറ്റെടുത്തു. അങ്ങനെ ഇവിടെ ഡൗൺ ടൗണിൽ, ഷിക്കാഗോ ഡൗൺ ടൗണിലാണ് അനേക കാലം പ്രവർത്തിച്ചിരുന്നത്. കർത്താവിൻ്റെ ദാസന് ഈ അടുത്ത സമയത്ത് ചെയ്തിരുന്ന, റിട്ടയർ ഒക്കെ ആയതിനു ശേഷം അടുത്ത സമയത്ത് പ്രധാനമായും ചെയ്തിരുന്നത് ഇവിടെ ഈ ഷിക്കാഗോ സൗത്ത് സൈഡിലുള്ള ഒരു ഗാന, ആഫ്രിക്കയിലെ ഒരു രാജ്യമാണല്ലോ ഖാനയിലെ കുറേ ആളുകളുടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിലെ പാസ്റ്ററായിട്ട്, ഒരു വോളണ്ടറി പാസ്റ്ററായിട്ട് കർത്താവിൻ്റെ ദാസൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് മറ്റ് പ്രാർത്ഥനകൾക്കൊക്കെ പോവുകയും, പിന്നീട് ഈ കോവിഡിൻ്റെ സമയം വന്ന് പ്രെയർ ലൈനുകൾ ആരംഭിച്ചപ്പോൾ വളരെയധികം പ്രെയർ ലൈനുകളിലെ കർത്താവിൻ്റെ ദാസന് ഒരു സജീവ സാന്നിധ്യമായിരുന്നു. IFN, ഇന്റർഫെയ്ത്ത് നെറ്റ്വർക്ക് പ്രെയർ ലൈൻ, പിന്നെ ഡാലസിലുള്ള പല പ്രെയർ ലൈൻ, ധാരാളം പ്രെയർ ലൈനുകളിൽ അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. ഞാൻ അവിടെ അന്ന് ആ ചൊവ്വാഴ്ച വൈകിട്ട് കർത്താവിൻ്റെ ദാസൻ മരിച്ച ആ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ചെന്ന് ജെസ്സി സിസ്റ്ററുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ധാരാളം ആളുകൾ, ഈ പ്രെയർ ലൈൻ നടത്തുന്ന ആളുകളെ, സ്ത്രീകളുമൊക്കെ സിസ്റ്ററെ വിളിക്കുന്നതുമൊക്കെ എനിക്ക് കാണുന്നതിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ കൊണ്ട് കഴിയുന്ന, അതുപോലെ തന്നെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ ജിമ്മിൽ പോകുമായിരുന്നു നേരത്തെ. ആ സമയത്ത് അല്ലെങ്കിൽ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് ആളുകളോടെല്ലാം പുള്ളി സുവിശേഷം പറയാനായിട്ട് വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രെയർ ലൈനാണെങ്കിൽ തന്നെ എപ്പോഴും വരികയും, പ്രസംഗിക്കാൻ ആളില്ല എന്നാൽ ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞ പാസ്റ്റർ അപ്പോൾ തന്നെ എത്രയോ പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. പാടാൻ ആളില്ലെങ്കിൽ ഞാൻ പാടാം എന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ തന്നെയുള്ള പ്രാർത്ഥനയെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ എന്നോട് പറയും, പാസ്റ്റർ ഇങ്ങനൊന്നും പോയാൽ പോരാ, നമുക്ക് ഈ പ്രെയർ ലൈൻ ഇങ്ങനെ പോരാ, നല്ല ആളുകളെ കൊണ്ടുവന്ന് നമുക്കിത് അടുത്ത ലെവലിലേക്ക് പോകണം എന്നൊക്കെ കർത്താവിൻ്റെ ദാസൻ വളരെ ഉത്സാഹിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ മിക്കപ്പോഴും വല്ലപ്പോഴും ഒക്കെ അവിടെ പോവുകയും കർത്താവിൻ്റെ ദാസി അവിടെ ഡിന്നർ ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇവിടെ വരുമായിരുന്നു. എന്നാൽ കുറച്ച് നാളുകളായിട്ട് പോകുന്നതിനൊരു സാവകാശം ലഭിച്ചില്ല. പല പല തിരക്കുകൾ വന്ന് പാസ്റ്റർ ഇപ്പോൾ കഴിഞ്ഞ ഈ ഹാർട്ട് സർജറിക്ക് ശേഷം ഡ്രൈവ് ചെയ്യുന്നില്ല. അങ്ങനെ സിസ്റ്ററും ഡ്രൈവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അധികം മൊബിലിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. എന്നാൽ കഴിഞ്ഞ വർഷം നമ്മുടെ ഈ പ്രെയർ ലൈനിൽ പ്രസംഗിച്ച ഡേവിസ് ആൻ്റണി, നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും. ഡേവിസ് ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സീന ആൻ്റണി, അവർ നമ്മുടെ പ്രെയർ ലൈനിൽ സാക്ഷ്യം പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു. അവരുടെ മകന് മിൽവാക്കിയിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ അവർ വിസിറ്റിന് വന്നതാണ്. അവരുമായിട്ടൊക്കെ സംസാരിച്ച് പറഞ്ഞു, നമുക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോകണം. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് അവിടെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കർത്താവിൻ്റെ ദാസിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാർ ഓടിച്ച് ഞങ്ങൾ 3 പേരും കൂടെ ആ ഭവനത്തിൽ മിൽവാക്കിയിൽ, ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയാണ് മിൽവാക്കിയിൽ പോവുകയും അവിടെ ഒരു ദിവസം ചിലവഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നീട് അങ്ങനെ ഒത്തിരി അങ്ങനെ ഇടപെടുന്നതിനുള്ളൊരു സാവകാശം ലഭിച്ചില്ല. എന്നാൽ റെജിക്കോഷ് ബ്രദറിൻ്റെ ബുക്ക് ആമസോണിൽ നിന്ന് എനിക്ക് അയച്ചു തന്ന പാസ്റ്ററിന് 2-3 കോപ്പി അവിടെ കൊടുക്കണമെന്ന് പറഞ്ഞ്, എന്നാൽ അതുകൂടെ കൊടുക്കാം എന്നുള്ള ചിന്തയിലാണ് അന്ന് ഞായറാഴ്ച വൈകിട്ട് ഞാൻ ആ ഭവനത്തിൽ ചെന്നത്. അല്ലെന്ന് ഉണ്ടെങ്കിൽ ഞാൻ പോകേണ്ട ഒരു ആവശ്യമോ അങ്ങനെയില്ല, എപ്പോൾ വേണേലും വരണമെന്നൊക്കെ പാസ്റ്റർ പറയും. പക്ഷെ അന്ന് പോകാനിടയായത് അതാണ്. അവിടെ ഞാൻ ചെന്നു. സാധാരണ ഇരിക്കുന്ന പോലെ തന്നെ കിച്ചണിൽ പാസ്റ്റർ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു. ഞാൻ ഇപ്പുറത്തെ ആ ടേബിളിൻ്റെ ഇപ്പുറത്തിരുന്നു. അവിടെ ഞങ്ങൾ സംസാരിച്ചു, കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം പാസ്റ്റർ എഴുന്നേറ്റപ്പോൾ ശാരീരികമായിട്ട് കുറച്ച് വ്യത്യാസമുള്ളവർ എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, എന്താണ് പാസ്റ്റർ, നേരത്തെ ഉള്ളതിനേക്കാൾ വണ്ണമൊക്കെ വെച്ച പോലെ തോന്നുന്നല്ലോ, ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണം കേട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിനുശേഷം ആ സമയത്ത് ഷിക്കാഗോ പ്രെയർ ലൈനിൻ്റെ തുടങ്ങുന്ന സമയമായിരുന്നു. ഇവിടുത്തെ സമയം 7:30 അപ്പോൾ നമുക്കറിയാം ജോസോവൻ പാസ്റ്റർ ആണല്ലോ ഇവിടുത്തെ ഞായറാഴ്ച രാവിലെ മീറ്റിംഗ് നടത്തുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കിഡ്നി സംബന്ധമായ ബുദ്ധിമുട്ടിനാൽ മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സയിലായതിനാൽ അദ്ദേഹം ഇല്ല. അതുകൊണ്ട് ഞാൻ തന്നെ പാട്ട് പാടാനായിട്ട് അവിടെ 2 പാട്ടുകൾ പാടി.
ആ സമയത്ത് കർത്താവിൻ്റെ ദാസനും ദാസിയും എന്നോട് ഒരുമിച്ച് പാട്ടുകൾ അതിനകത്ത് പാടി ഞാൻ യേശുവിന് അതുല്യ സ്നേഹത്തെ എന്ന് പറയുന്നൊരു പാട്ടാണ് ഞാൻ പാടിയത്. സാധാരണ ഞാൻ പുതിയ പാട്ടുകളാണ് പാടുന്നത്. അവിടെ എൻ്റെ ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നൊരു പാട്ട് പുസ്തകം എടുത്ത് പാടി. അതിൻ്റെ അകത്ത് ഒരു ലൈനുണ്ട്. പിന്നീടാണ് ഞാൻ അതിൻ്റെ അർത്ഥമൊക്കെ ചിന്തിച്ച് ഈ മണ്ണാകുന്ന ഈ ശരീരം പോയാൽ അങ്ങനെ ഒരു വാക്കുണ്ട്. എക്സാക്ട്ലി മണ്ണാമൻ കൂടാരമഴിഞ്ഞിടുമെന്നോ എൻ പ്രിയൻ വരവും സമീപമായെന്നോ. മണ്ണാമൻ കൂടാരമഴിഞ്ഞിടുമെന്നോ എൻ പ്രിയൻ വരവും സമീപമായെന്നോ. ഏതിനും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നാൾ തോറും എനിക്കെൻ്റെ ഇമ്പ വീട്ടിൽ പോയാൽ മതി. യേശുവൻ പ്രിയൻ, ക്രിസ്തേശുവൻ പ്രിയൻ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. അപ്പോൾ ഈ മണ്ണാവൻ കൂടാരം അഴിഞ്ഞു പോയാൽ എനിക്ക് എൻ്റെ ഇമ്പ വീട്ടിൽ പോയാൽ മതി എന്ന ആ ഒരു പാട്ടാണ് ഒരുമിച്ച് പാടിയത്. ഇതെല്ലാം നമ്മൾ അറിയുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ ദാസനുമായിട്ട് അവസാനമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയിൽ ആ പാട്ടൊക്കെ പാടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ആണ് ഞാൻ പോയത്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോയ്സ് ജേക്കബ് സിസ്റ്ററാണല്ലോ അന്ന് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അത് സമ്മപ്പ് ചെയ്തതും അനുഗ്രഹത്തിൻ്റെ വാക്കുകളൊക്കെ പറയുന്നതിന് കർത്താവിൻ്റെ ദാസന് സാവകാശം ലഭിച്ചു. അതുകൊണ്ട് പല രീതിയിലും വളരെ ദുഃഖകരമായിട്ടുള്ള പ്രതീക്ഷിതമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ തന്നെയും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ ഈ പ്രെയർ ലൈനിൽ വളരെ ശക്തമായ ഒരു സാന്നിധ്യമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ഇല്ലെങ്കിൽ തന്നെയും ദൈവത്തിന് ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവം ഉണ്ട്, ദൈവത്തിൻ്റെ കരങ്ങളാണ് എന്ന് നമ്മൾ അറിയുന്നു. എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഉപസംഹരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ദിസ് ഈസ് എ ടൈം ടു ഗ്രീവ്. കർത്താവിൻ്റെ ദാസൻ നമ്മളെ വിട്ടുപിരിഞ്ഞു. ഇത് ദുഃഖിക്കേണ്ടതായ ഒരു സമയമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹിതരോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ചിലർ പറയും ദുഃഖിക്കരുത്, കരയരുത് എന്നൊക്കെ പറയും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2009 ഞാനിവിടെ ആയിരുന്നപ്പോൾ എൻ്റെ മാതാവ് പെട്ടെന്ന് കിഡ്നി സംബന്ധമായ അസുഖം വളരെ അസുഖമായി വളരെ ഗുരുതരാവസ്ഥയിലായി. ഞാൻ പെട്ടെന്ന് എനിക്ക് പോകാൻ പറ്റില്ല. എന്നാൽ 1-2 ആഴ്ച കൊണ്ട് പെട്ടെന്ന് ഞാൻ അവിടെ ചെന്ന്, ഞാൻ കൊച്ചിയിൽ അമൃത ഹോസ്പിറ്റലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഷീസ് ഇൻ എ കോമ, മരിക്കുന്ന ഒരു അവസരമാണ്. പിറ്റേ ദിവസം എൻ്റെ മാതാവ് എന്നെ 13 വർഷമായിട്ട് ഞാൻ എൻ്റെ മാതാവിനെ കണ്ടില്ലായിരുന്നു. എന്നെ വന്ന് കണ്ട് സ്നേഹത്തോടെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ മാതാവ് ആഗ്രഹിച്ച് കടന്നതാണ്. മരിക്കുന്നതിന് മുമ്പ് എന്നെ കാണണമെന്ന് വളരെ ആഗ്രഹിച്ചെന്നാൽ ഞാൻ അവിടെ ചെന്ന് ചില സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. എനിക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയിൽ ഞാൻ കരഞ്ഞപ്പോൾ അവിടെ നിന്നൊരു അങ്കിള് പറഞ്ഞു, കരയാതെ എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ് കരയരുതെന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുകയാണ് എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഞാനൊരു ചാപ്ലൈനായിരുന്നല്ലോ. നമ്മൾ ചാപ്ലൈൻസി ചെയ്യുന്നത് കരയുന്നവരെ ഫെസിലിറ്റേറ്റ് ദെയർ ഗ്രീഫ്, കരയുന്നവരെ കരഞ്ഞാട്ട എന്ന് പറഞ്ഞ് അവരെ കരയാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ചാപ്ലൈൻ്റെ ജോലി. അതായത് നമുക്ക് വേദനകൾ വരുമ്പോൾ അത് നൈസർഗികമാണ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നൈസർഗികമായ നാച്ചുറലായിട്ടൊരു കാര്യമാണ് കരയുക എന്നുള്ളത്. കരയാതെ ഇരിക്കുന്നവർ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അടക്കി വെക്കുന്ന വികാരങ്ങൾ ശക്തമായിട്ട് അവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ദിസ് ഈസ് എ ടൈം ടു ഗ്രീഫ്. ഇതൊരു വലിയൊരു നഷ്ടമാണ് പല രീതിയിലും. എന്നാൽ പൗലോസ് പറയുന്നത് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ മരണത്തെക്കുറിച്ച് പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ പറയുന്നതായ ഒരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. നമ്മൾ ദുഃഖിക്കുന്നെങ്കിൽ പ്രത്യാശയില്ലാത്ത ലോകത്തെ പോലെയല്ലേ ദുഃഖിക്കുന്നത്. വി ഹാവ് എ ബ്ലെസ്സഡ് ഹോപ്പ്. കർത്താവ് പൗലോസ് എന്താണ് പറയുന്നത്? നിങ്ങൾ മരിച്ചുവെങ്കിൽ കർത്താവിനെ ഉയർപ്പിച്ച ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മർത്തിയ ശരീരങ്ങളെ ഉയർപ്പിക്കും. അതുകൊണ്ട് പ്രത്യാശയില്ലാത്തവരെ പോലെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നമ്മൾ കരയല്ല. നമുക്ക് ദുഃഖമുണ്ട്, എന്നാൽ അതിലുപരിയായിട്ട് പ്രത്യാശയുള്ളവരായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. വി ഹാവ് ദാറ്റ് ബ്ലെസ്സഡ് ഹോപ്പ് ഇൻ ജീസസ്. അതുകൊണ്ട് കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ആഴമായിട്ടുള്ള ആ വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് വന്നത്. രണ്ടാമതായിട്ട് ഞാൻ പറയാനായിരിക്കും, ദിസ് ഈസ് എ ടൈം ടു ബി കംഫർട്ടഡ്. ഒന്നാമതായിട്ട് ഇത് ദുഃഖിക്കേണ്ട ഒരു സമയമാണ്. രണ്ടാമതായിട്ട് ഇത് ആശ്വാസം പ്രാപിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ്. നമുക്കറിയാം,
1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയാണ്, മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസങ്ങളുടെയും ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് God is the source of all comfort. He comforts us in our afflictions. Why? Because we have to comfort others in their afflictions. എന്തെല്ലാം കഷ്ടപ്പാടുകളിലൂടെ, നഷ്ടങ്ങളിലൂടെ, മരണത്തിൻ്റെ വേദനകളിലൊക്കെ പോയാലും ആശ്വാസം, നമ്മൾ ദൈവത്തിൻ്റെ സകല ആശ്വാസങ്ങളുടെയും പിതാവായ ദൈവത്തിങ്കൽ നമുക്ക് ആശ്വാസമുണ്ട്. ദിസ് ഈസ് എ ടൈം ടു ഗ്രീവ്, അറ്റ് ദ സെയിം ടൈം ദിസ് ഈസ് എ ടൈം ടു ബി കംഫർട്ടഡ്. ആശ്വാസം പ്രാപിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. 3-ാമതായിട്ട് ദിസ് ഈസ് എ ടൈം ടു സെലിബ്രേറ്റ്. അത് നമ്മൾ ചിന്തിക്കുക, അതെന്തുവാണ്? ആഘോഷിക്കേണ്ട ഒരു സമയമാണോ? ഈ കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് ലഭിച്ചതായ നല്ല കാര്യങ്ങൾ, കർത്താവിൻ്റെ ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ എല്ലാം എത്രയോ നല്ല ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ തന്നെയും എത്ര മഹത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ദൈവദാസനിലൂടെ നമ്മുടെ ഈ പ്രയർ ലൈനിൽ ലഭിച്ചതായിട്ടുള്ള അനുഗ്രഹങ്ങൾ. അതിനുവേണ്ടി വി ഹാവ് ടു സെലിബ്രേറ്റ് ബിഫോർ ദ ലോർഡ്. കർത്താവിൻ്റെ ദാസന എന്നോട് പറയുമായിരുന്നു, ചിലപ്പം പറയും, ഞാനിങ്ങനെ ഈ പ്രസംഗിക്കുന്ന കാര്യം പറയും, അനുഷ ഇന്ന് ഞാൻ 500 ഞാൻ ഈ വെളിപാടിനെ കുറിച്ച്, വെളിപാട് പുസ്തകത്തെക്കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞ് പറഞ്ഞു 550 പേജ് ഞാൻ എഴുതി എന്ന് പറഞ്ഞു. 550 പേജ് ഞാൻ ഇതിനെക്കുറിച്ച് എഴുതി. ഞാൻ പറയും, വർഷം എഴുതിയിരിക്കുന്നത്, ഇത്ര 550 പേജ് എന്തോ എഴുതാനാ, എന്നാൽ പുസ്തകമായിട്ട് അങ്ങോട്ട് പ്രസിദ്ധീകരിക്കും. ഞാൻ എന്തിനാ എഴുതാൻ പറഞ്ഞു, ഞാൻ മറ്റുള്ള പ്രെയർ ലൈനുകളിൽ പ്രസംഗിക്കാനായിട്ടാണ് ഞാൻ 550 പേജ് എഴുതിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ എന്തെല്ലാം മാസ്റ്റർ ഡിഗ്രി ഒക്കെ പഠിച്ചെങ്കിൽ 550 പേജ് നമ്മൾ എഴുതിയോ എന്നുള്ള സംശയമുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ദിസ് ഈസ് എ ടൈം ടു സെലിബ്രേറ്റ് ആൻഡ് ദിസ് ഈസ് എ ടൈം ടു പ്രൈസ് ഗാഡ് ഫോർ പാസ്റ്റർ M.V. ജോർജ്. നമുക്കറിയാം, മൂഡി കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. DL മൂഡി, അദ്ദേഹം ഇവിടെ ഷിക്കാഗോയിലായിരുന്നു. ഷിക്കാഗോ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം സ്ഥാപിച്ചു. വലിയ പഠിത്തമൊന്നുമുള്ള ആളല്ലായിരുന്നു, പക്ഷേ കർത്താവിന് വേണ്ടിയുള്ള ഭയങ്കരമായിട്ടുള്ളൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച ഷിക്കാഗോ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ന് മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് എത്രയോ ലോകപ്രസിദ്ധമാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, one day you will hear that Moody has died. You will read in the newspaper, Moody has died. Never believe a bit of it. Moody will be alive. That day Moody will be alive than ever. അദ്ദേഹം പറഞ്ഞതാണ്, ഒരു ദിവസം നിങ്ങൾ പത്രത്തിൽ വായിക്കും DL മൂഡി മരിച്ചുപോയി, പക്ഷെ നിങ്ങൾ അതിൻ്റെ ഒരു തരി പോലും വിശ്വസിക്കരുത്. DL മൂഡി മരിക്കുകയല്ല, ജീവനോടെ ഇരുന്നതിനേക്കാളും ജീവനോടെ അദ്ദേഹം ഇരിക്കുകയായിരിക്കും എന്നാണ് പറഞ്ഞത്. സോ even though we say Pastor M.V. George died, he didn't die. He is alive than ever before. കർത്താവിൽ അദ്ദേഹം, കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. പ്രിയമുള്ളവർ, ആ നിത്യജീവനിലുള്ള നമ്മുടെ ആഴമായിട്ടുള്ള പ്രത്യാശയാണ്. കർത്താവിൻ്റെ ദാസന് പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആണെങ്കിലും തന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്തു. എത്ര അനുഗ്രഹകരമായിട്ടുള്ള ഒരു സാന്നിധ്യമായിരുന്നു. നമുക്ക് പല നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് 78 വയസ്സായിരുന്നു. 78 വയസ്സ് ആയിരുന്നു. ഈ മീറ്റിങ്ങിലുള്ള പലരുടെ പിതാവിനേക്കാളും പ്രായമുള്ള ആളായിരുന്നു. വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു കർത്താവ്. അദ്ദേഹത്തിന് ആ ഓർമ്മയ്ക്ക് മുമ്പിൽ, കർത്താവിൻ്റെ ആ ദാസനിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് മുൻപിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്ന എല്ലാവരോടുമുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. താങ്ക് യു.